വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നതുകൊണ്ട് നിറഞ്ഞ ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു. ഡിസോക്കോ ഫർണിച്ചർ, വണ്ടൂർ, വെള്ളാമ്പുറം. നിലമ്പൂർ നഗരസഭ LDF ഭരണസമിതിക്കെതിരെ UDF നയിക്കുന്ന കുറ്റവിചാരണ യാത്രക്ക് നാളെ തുടക്കമാവും. 4 ദിവസങ്ങളിലായി നഗരസഭയിലെ 36 ഡിവിഷനുകളിലും കുറ്റവിചാരണ യാത്ര എത്തും. നിലമ്പൂർ നഗരസഭയുടെ വികസന മുരടിപ്പിനും അഴിമതിക്കുമെതിരെയാണ് കുറ്റവിചാരണ യാത്ര നടത്തുന്നതെന്ന് UDF നേതാക്കൾ നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ 5 വർഷത്തെ LDF ഭരണസമിതി തികഞ്ഞ പരാജയമാണ്. വികസന രംഗത്ത് ഒരടി മുന്നോട്ടു പോകാൻ കഴിഞ്ഞിട്ടില്ല. ഈ വികസന മുരടിപ്പ് കുറ്റവിചാരണ യാത്രയിലൂടെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കും. കഴിഞ്ഞ 5 വർഷം നടന്നത് അഴിമതി മാത്രമാണെന്നും നേതാക്കൾ പറഞ്ഞു. അഴിമതിയുടെ കാര്യത്തിൽ സംസ്ഥാനത്ത് തന്നെ ഈ ഭരണസമിതി 1ാം സ്ഥാനത്താകുമെന്നും അവർ പറഞ്ഞു. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണം എവിടെയും എത്തിയില്ല. കഴിഞ്ഞ 5 വർഷമായി ഈ ഭരണസമിതിയുടെ അഴിമതിക്കെതിരെയും UDF നിരന്തര പോരാട്ടമാണ് നടത്തുന്നത്. നല്ലൊരു നിലമ്പൂരിന് വേണ്ടി UDF ഭരണം വരേണ്ടതുണ്ടെന്നും അവർ പറഞ്ഞു. നിലമ്പൂർ നഗരസഭയിലെ UDF സീറ്റ് വിഭജനത്തിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഉൾപ്പെടെയുള്ള ചെറു ഘടക കക്ഷികളെയും പരിഗണിക്കുമെന്നും അവർ പറഞ്ഞു. നഗരസഭാ കൗൺസിലർ പാലോളി മെഹബൂബ് ജാഥ ക്യാപ്റ്റനും MK ബാലകൃഷ്ണൻ കോർഡിനേറ്ററും പൂളക്കൽ അബ്ദുട്ടി, അഡ്വക്കേറ്റ് ഷെറി ജോർജ് എന്നിവർ വൈസ് ക്യാപ്റ്റന്മാരുമായ ജാഥ നാളെ വൈകുന്നേരം 3 മണിക്ക് മുമ്മുള്ളി CH നഗറിൽ ആര്യൻ ഷൌക്കത്ത് MLA ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനം മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് CH ഇക്ബാൽ ഉദ്ഘാടനം ചെയ്യും. തുടർ ദിവസങ്ങളിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം, DCC പ്രസിഡന്റ് VS ജോയി, DCC ജില്ലാ സെക്രട്ടറി MK ഹാരിസ് ബാബു ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കും. ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എവിടെയും തീർച്ചയില്ല. 36 വാർഡിലും പ്രാഥമികമായി ചർച്ചകൾ തുടങ്ങി. അതിന്റെ അന്തിമ ഘട്ടത്തിലാണ്. അവരും കൂടി ഉൾപ്പെടുത്തിയത് നമ്മൾ പരിശോധിക്കും, പരിഗണിക്കും, നോക്കണം, ശ്രമിക്കും. അങ്ങനെയൊന്നുമില്ല. എല്ലാവരെയും വാർത്താ സമ്മേളനത്തിൽ പാലോളി മെഹബൂബ്, MK ബാലകൃഷ്ണൻ, പൂളക്കൽ അബ്ദുട്ടി, കൂമഞ്ചേരി നാണിക്കുട്ടി, PT റൂൺസ്കർ, PK ഉമ്മർ എന്നിവർ പങ്കെടുത്തു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.